लेके എന്തു പറ്റി അനന്തു? സർ, വിഷം ഉള്ളിൽ ചെന്നു തോന്നുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്താ കഴിച്ച മോളെ? എനിക്ക് വയ്യ സാറേ. അയ്യോ മഹി, അയ്യോ മഹി, കറിക്കോ? രാവിലെ അമ്മ ഉണ്ടാക്കി വെച്ച പലഹാരം കഴിച്ചതാ. പക്ഷെ അതിനകത്ത് വിഷം പുരണ്ടിട്ടുണ്ടായിരുന്നു. സൂക്ഷിക്കണ്ടേ? അപകടം ഒഴിവാക്കാനല്ലേ നിങ്ങൾക്കൊപ്പം ഇവളെ അയച്ചത്. പേടിക്കണ്ട, വിഷമിക്കണ്ട മോളെ, വിഷമിക്കണ്ട. മറുമരുന്ന് ഇപ്പൊ തന്നെ ഉള്ളിച്ചെല്ലണം. മഹാലക്ഷ്മി കുടിച്ചിരിക്കുന്നത് എത്ര കൊടിയ വിഷമാണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ ശക്തിയില് ഉള്ളിൽ ചെന്ന വിഷം നിർവീര്യമാകണം. ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കൊത്തേറ്റവരെ പോലും ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്റെ മകളെ പോലെ സ്നേഹിക്കുന്ന കുട്ടിയാ. അവൾക്കും അവളുടെ കുഞ്ഞിനും ഒരാപത്തും വരാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മൃതസഞ്ജീവിനി പോലെ പ്രവർത്തിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഇടിച്ചു പിഴിയണം. അതുവരെ ഉള്ളിൽ ചെന്ന വിഷം പ്രവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ നോക്കിക്കോളാം. അമ്മയ്ക്ക് പരിക്ക് പറ്റില്ല, പക്ഷേ കുഞ്ഞിന് പരിക്ക് പറ്റുന്നത് അമ്മയ്ക്കും കുഞ്ഞിന്റെ അച്ഛനും താങ്ങാൻ പറ്റില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടാനുള്ള കഷ്ടപ്പാടില്ല രണ്ടാളും. ജയബാല, പെട്ടെന്നാവട്ടെ. എല്ലാവരും കഴിവിന്റെ പരമാവധി ഒന്ന് പരിശ്രമിക്കൂ. ശരി സാറേ. ഒന്ന് പെട്ടെന്നാവട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ്. സാറേ, മരുന്നുകളെല്ലാം റെഡിയാണ്. താൻ പെട്ടെന്ന് ആ കൂട്ടുകളൊക്കെ എടുത്തോണ്ട് വാ. ശരി സാർ.